വിശുദ്ധ ജീവിതം നയിച്ചിട്ട് കഴിഞ്ഞ കാലത്ത് പിരിഞ്ഞുപോയ മുത്തുമൂമിനീങ്ങളുണ്ട്. പഠനത്തിൻ്റെ സൗകര്യം കൊണ്ട് ചില്ലറ സൂറത്തുകളും ആയത്തുകളും മാത്രം പഠിച്ചവരാണ്. അവർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഖബർ ഷരീഫിൽ വെച്ച് ഖുർആൻ പഠിപ്പിക്കും കേട്ടോ. സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ കുറഞ്ഞ കാലത്താണ് അവർ ജീവിച്ചത്. നമ്മളും അങ്ങനെയാകുമെന്ന് കരുതരുത്. നമുക്ക് പഠിക്കാൻ ഇഷ്ടം പോലെ സൗകര്യങ്ങളുണ്ട്. പ്രായമുള്ളവർക്കും ഈ സ്ഥാപനത്തിൽ പഠിക്കാം, പ്രായം കുറഞ്ഞവർക്കും പഠിക്കാം. ഉമ്മമാർക്ക് ഖുർആനിൻ്റെ തജ്വീദനുസരിച്ച് ക്ലാസ് കൊടുക്കുന്ന ഉമ്മമാര് വരെയുണ്ട്. പക്ഷേ ഉപയോഗപ്പെടുത്താത്തത് നമ്മുടെ വിമുഖത കൊണ്ടാണ്, നമ്മുടെ താല്പര്യത്തിൻ്റെ കുറവ് കൊണ്ടാണ്. 65-കാരനൊന്ന് ചിന്തിച്ചു നോക്കട്ടെ, ഇത്രയും വയസ്സായിട്ട് ഒരു വട്ടം പോലും ഖുർആൻ ഒന്ന് നേർക്കോതി ഖത്മ് തീർക്കാനുള്ള കഴിവ് നേടാത്ത ഞാൻ ഈ ദുനിയാവിൽ എന്തിന് ജനിച്ചു, എന്തിന് ജീവിച്ചു? എനിക്ക് അല്ലാഹു ജീവിതത്തിൻ്റെ മുഴുവൻ സൗകര്യങ്ങളും തന്നു, എല്ലാ സംവിധാനങ്ങളും അല്ലാഹു ഒരുമിച്ച് കൂട്ടിത്തന്നു. അല്ലാഹു തആല പഠിക്കാനുള്ള മാധ്യമങ്ങൾ തന്നു. പക്ഷേ ഇത്രയും കാലമായിട്ട് അല്ലാഹുവിൻ്റെ വിശുദ്ധമായ കലാം ഒന്ന് തെറ്റുകൂടാതെ നോക്കി ഓതാനുള്ളൊരു കഴിവ് പോലും ഞാൻ ആർജിച്ചില്ലല്ലോ. എന്തൊരു ഹതഭാഗ്യനാണ്. മരിച്ചു കഴിഞ്ഞിട്ട് പലരുടെയും പ്രാർത്ഥനകൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറം ജീവിതത്തിൽ നമുക്ക് വേണ്ടി ആഖിറത്തിലേക്ക് ഒരു കൂട്ടി വെക്കാനുള്ള ഒന്നല്ലേ ഖുർആനിൻ്റെ ഖിറാഅത്ത്. അതിന് ഓത്ത് പഠിക്കാൻ ഇനിയും ഉമ്മമാരിൽ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ, പുരുഷന്മാരിൽ സഹോദരങ്ങളിൽ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ, എല്ലാ അലസതയും മറ്റുമൊക്കെ ഒഴിവാക്കിയിട്ട് ജീവിതത്തിൻ്റെ ജോലിക്ക് വേണ്ടി സാക്ഷരത നേടിയിട്ട് സർട്ടിഫിക്കറ്റ് നേടുന്നവരല്ലേ നിങ്ങൾ? അപ്പോഴും ഖുർആനിൻ്റെ സർട്ടിഫിക്കറ്റ് വേണ്ടയോ? നിങ്ങൾക്കൊരു പെൻഷൻ കിട്ടും, നിങ്ങൾ സാക്ഷരതയിൽ ഇത്ര എഴുതിയാലെന്ന് കാണുമ്പോഴേക്ക് എഴുതുന്നില്ലേ? നാളെ അള്ളാഹുവിൻ്റെ കോർട്ടിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഒറ്റയ്ക്ക് കിടക്കേണ്ട ഒരു ഖബറില്ലേ? ആ ഖബറിൽ നേരം പോക്കിനെത്തുന്ന ഖുർആൻ വേണ്ടേ? അവനവനോതുന്ന ഖുർആന് അവിടെ നേരം പോക്കിനെത്തുമല്ലോ.